കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന പേപ്പറിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നാമത്തെ ചാപ്റ്റർ ഇൻകം ടാക്സ് ബേസിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് വാട്ട് ഈസ് മീൻഡ് ബൈ ടാക്സ് മാനേജ്മെന്റ്. ഓക്കെ, ദെൻ മറ്റൊന്ന് what are the basic conditions for assessment of HUF, then who is assessee in default, what is tax evasion, what is tax planning, explain the need and the limitations of tax planning, what is casual income, who is deemed assessee, what is tax planning, what are the difference between tax planning and tax evasion, define the term previous year, define the term residential status, income of a previous year will be charged to the tax in the assessment year following the previous year, discuss the exception to this general rule, what is tax avoidance. ഇനി ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എനി 4 items നോട്ട് ചാർജബിൾ ടു ഇൻകം ടാക്സ്. ഓക്കെ, ഇനി ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ആനുവൽ അക്രീഷൻ, what do you mean by profit in lieu of salary, what is statutory provident fund, what is transferred balance. Okay, then income from house property എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിച്ചിട്ടുള്ളത് when house property income is not charged to tax, define annual value. then income from business or profession എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിച്ചിട്ടുള്ളത് what is block of asset. ഇനി ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് വാട്ട് ഈസ് ഇൻഡെക്സേഷൻ, എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഡിഫൈൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, വാട്ട് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഇനി ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചതാണ് വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം, എക്സ്പ്ലെയിൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80E, റൈറ്റ് എ നോട്ട് ഓൺ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C, ഇൻ വാട്ട് സർക്കംസ്റ്റാൻസസ് ഈസ് ദി ഇൻകം ഓഫ് വൺ പേഴ്സൺ treated as the income of another, state the provisions regarding set of loss from house property, then write a note on deduction under section 80IC, explain tax treatment of provident fund, what is clubbing of income, explain the situation which the provisions of clubbing of income are applicable. then agricultural income എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ what is agricultural income, explain various types of agricultural income, discuss the taxability of agricultural income under the Income Tax Act 1961, how will income be computed where an individual derives agricultural and non-agricultural income. ഇനി assessment of individual and HUF എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നതാണ് what is AMT, alternative minimum tax, explain the rules with regards to applicability of AMT. Okay, then income tax authorities എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് CBDT, കുറെ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇനി അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് when a person becomes liable to pay advance tax. ഇനി ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നതിൽ ചോദിച്ചത് discuss the provisions relating to the tax deducted at source. In computer application in tax management, explain the procedures for e-filing of IT return, income tax return. In last chapter, കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണ് തിയററ്റിക്കലി, അതായത് പ്രൊസീജിയർ ഫോർ അസസ്മെന്റ് ആൻഡ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ what do you understand by self assessment, what is return of income, explain the different types of return, what is defective or incomplete return, who has to submit a return of income on voluntary basis as a statutory obligation, what is bilateral return, what is a faceless assessment, what is return, explain the different types of return, what is regular assessment, what is assessment, explain different types of assessment, explain the term protective assessment, enumerate 8 transaction for work which quoting of permanent account number is mandatory, what is best judgment assessment. ലാസ്റ്റ് വരുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ.